അവ്യക്ത സന്ദേശം. ഇന്ന് പ്രിയപ്പെട്ട ബാബയുടെ അടുക്കൽ വചനത്തിൽ ഭോഗമായി എത്തിച്ചേർന്നു. വചനത്തിൽ എത്തിച്ചേർന്നപ്പോൾ ബാബ ഒരു ദൃശ്യം എമർജ് ചെയ്തു. ദൃശ്യം ഇതായിരുന്നു. ചിലയിടങ്ങളിൽ അക്ഷരങ്ങൾ കൊണ്ട് ശിവ ശിവ, രാമ രാമ, രാധേ രാധേ എന്ന് എഴുതിയിരുന്നു. ഹനുമാന്റെ ഭക്തർ ആയിരുന്നവർ ആരാണോ അവരുടെയും ജയ് ഹനുമാൻ എന്ന വാക്കുകൾ കാണപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബാബയോട് ചോദിച്ചു, ബാബ, ഇന്നത്തെ ദൃശ്യം എന്താണ്? ഇതിൽ ലോകത്തുള്ളവരുടെ രാമ രാമ, ശിവ ശിവ എന്നത് കാണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാബ ഒരു സെക്കൻഡ് എൻ്റെ നേർക്ക് നോക്കിക്കൊണ്ട് പുഞ്ചിരിച്ചു. ബാബ പറഞ്ഞു, കുട്ടി, ലോകത്തിൽ ഇപ്പോൾ ഈ നാമങ്ങൾക്ക് വളരെയധികം പ്രാധാന്യവും പ്രസിദ്ധിയും ഉണ്ട്. ശിവന്റെ ഭക്തരാണെങ്കിൽ അവർ തങ്ങളുടെ പ്രചരണം നടത്തുന്നു. ഹനുമാൻ ഭക്തരാണെങ്കിൽ ഹനുമാന്റെ പ്രചരണം നടത്തുന്നു. രാമന്റെ ആണെങ്കിൽ രാമന്റെ പ്രചരണം നടത്തുന്നു. അവരുടെ ഹൃദയത്തിൽ അതാണ് അലിഞ്ഞിരിക്കുന്നത്. പിന്നെ ബാബ കേൾപ്പിച്ചു, കുട്ടികളുടെ ഹൃദയത്തിൽ എന്താണ് നടക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ബാബ, ആ രഹസ്യം അങ്ങ് തന്നെ കേൾപ്പിച്ചു തരണം. പിന്നെ ബാബ പറഞ്ഞു, കുട്ടികളുടെ ഹൃദയത്തിലും ലോകത്തുള്ളവരുടെ ഹൃദയത്തിലും ഇപ്പോൾ ഈ ഒരു വാക്ക് മുഴങ്ങണം. ഇതു തന്നെയാണ് എന്ന്. ഈ വാക്ക് എപ്പോഴാണോ എല്ലാവരുടെയും കാതുകളിൽ മുഴങ്ങുന്നത്, അപ്പോൾ ബാബ പറഞ്ഞു, പ്രത്യക്ഷതയുടെ കൊടി പാറുവാൻ തുടങ്ങും. ആ ശബ്ദം കുറച്ചൊക്കെ 4 ഭാഗത്തും വ്യാപിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ബാബയും ചുറ്റി സഞ്ചരിക്കുമ്പോൾ കാണുന്നുണ്ട്. ബാബ പറഞ്ഞു, ബാബ ഒരിക്കലും ഒരു സ്ഥാനത്ത് ഇരിക്കാറില്ല. ബാബ 4 ഭാഗത്തും ചുറ്റി സഞ്ചരിക്കുന്നു. ചിലപ്പോൾ കുട്ടികളുടെ അടുത്ത്, ചിലപ്പോൾ ഭക്തരുടെ അടുത്ത്, ചിലപ്പോൾ ദുഃഖിതരായ ആത്മാക്കളുടെ അടുത്ത്. ചുറ്റി സഞ്ചരിക്കുമ്പോൾ എല്ലാവരുടെയും ഹൃദയത്തിലുള്ള ശബ്ദവും കേൾക്കുന്നു. എന്നാൽ ബാബ പറഞ്ഞു, സംഗമയുഗത്തിൽ ബാബ തൻ്റെ കുട്ടികൾക്ക് വേണ്ടി വിശേഷിച്ച് അച്ഛൻ്റെയും ടീച്ചറിൻ്റെയും സദ്ഗുരുവിൻ്റെയും രൂപത്തിൽ എത്രയും സമയമായി ബാബ കുട്ടികളെ മനസ്സിലാക്കിക്കുന്നതിനു വേണ്ടി ശിക്ഷണം നൽകിക്കൊണ്ടിരിക്കുകയുമാണ്. കുട്ടികൾ മനസ്സിലാക്കുന്നുമുണ്ട്. ലോകത്തുള്ളവർ ആണെങ്കിൽ ഏതെങ്കിലും കാരണത്താൽ എന്തെങ്കിലും തെറ്റായ പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ മുൻപിൻ ചിന്തിക്കാറില്ല. എന്നാൽ കുട്ടികളായ നിങ്ങളുടെ കൂടെ 4-മനായി റൈറ്റ് ഹാൻഡായ ധർമ്മരാജനുണ്ട്. ബാബ പറഞ്ഞു, എത്രത്തോളം പ്രത്യക്ഷത ഉണ്ടാകുമോ കുട്ടികളായ നിങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ബാബയുടെയും പേര് പ്രസിദ്ധമാകും. എന്നാൽ ബാബ പറഞ്ഞു, ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ കുട്ടികൾ അങ്ങനെയുള്ള അറിവില്ലായ്മയുടെയും വിഡ്ഢിത്തത്തിൻ്റെയും കാര്യം ചെയ്യുന്നു. അതിലൂടെ ബാബയ്ക്കും ചിലപ്പോൾ തൻ്റെ 4-മത്തെ രൂപവും കാണിക്കേണ്ടി വരുന്നു. അതിനാൽ സമയമനുസരിച്ച് ബാബയുടെ കുട്ടികൾ ഓരോ സമയവും സ്വയം ജാഗ്രതയോടെ ഇരിക്കണം. എവിടെയും ഏതെങ്കിലും പ്രകാരത്തിൽ മായയുടെ യുദ്ധമോ മായയുടെ നിഴൽ പോലും കുട്ടികളുടെ മേൽ പതിക്കുവാൻ പാടില്ല. എപ്രകാരമാണോ ലോകത്തിലും ഭക്തി വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്, ബാബയുടെ ജ്ഞാനവും സാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ സമയത്തെ കണ്ടുകൊണ്ട് ബ്രാഹ്മണരായ കുട്ടികളും ഇപ്പോൾ വിസ്താരത്തിൽ പോകാതെ
സാരത്തിൻ്റെ ലോകത്തിലേക്ക് പോകൂ. കുട്ടികൾ സ്വയം തൻ്റെ കാര്യത്തിൽ ഈ ഒരു പുരുഷാർത്ഥം ചെയ്യേണ്ടതുണ്ട്. ബാബയും വളരെ സ്നേഹത്തോടെ ഭോഗ് സ്വീകരിച്ചു. ബാബ പറഞ്ഞു, സദ്ഗുരുവാറിൻ്റെ ദിവസം വിശേഷിച്ച് കുട്ടികളുടെ ഓർമ്മകൾ, വിശേഷിച്ച് നിമിത്തമായി ആരാണോ ഭോഗ് അർപ്പിക്കുന്നത് അവരുടെയും ഓർമ്മകൾ ബാബയിൽ എത്തിച്ചേരുന്നു. ബാബയ്ക്കും തൻ്റെ കുട്ടികളുടെ മേൽ വളരെയധികം സ്നേഹം ഉണ്ടാകുന്നു. ബാബ പറഞ്ഞു, എല്ലാ കുട്ടികളും എവിടെ നിന്നും വരുന്നവരായാലും ഏതു സ്ഥാനത്ത് നിന്നും വരികയാണെങ്കിലും ബാബയുടെ വീട്ടിൽ വന്ന് ഓരോ പ്രകാരത്തിലും നിറഞ്ഞവരായി പോകുന്നു. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ബാബ നിങ്ങളെല്ലാ സഹോദരീ സഹോദരന്മാർക്കും വളരെയധികം സ്നേഹം നിറഞ്ഞ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹസ്മരണകൾ നൽകി. ബാബയുടെ സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് താഴെ എത്തിച്ചേർന്നു.